നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 45. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭാഗവത മാഹാത്മ്യം അധ്യായം 5, ശ്ലോകം 73 എന്ന് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ മുമ്പ് 72-ാം ശ്ലോകം പറയേണ്ടായിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ. ഫലഭേദസ്തോ ജാതോ ഭജനാദവിമാനദ സപ്തരാത്രമുപോഷൈവ പ്രേതേന ശ്രവണം കൃതം. ഭജനഭേദം നിമിത്തം ഹേ പൂജ്യ, ഫലഭേദമുണ്ടായിരിക്കുന്നു. 7 രാത്രി ഉപവാസം ദീക്ഷിച്ചതുകൊണ്ട് തന്നെ പ്രേതത്താൽ ശവിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു 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 എന്താണെന്ന് പറയുക, ഒരു വഴിപാട് ഒതുക്കലുണ്ടായത്. കാരണം 2 ദിവസം തുടർന്നിട്ടുള്ള മഴ കാരണം ഒന്നിനും സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്നലെ ശ്രീകൃഷ്ണ കഥാമൃതം പറയാൻ തന്നെ സമയം കിട്ടിയില്ല. പോട്ടെ, അപ്പോൾ ഇന്ന് എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചിട്ട് അത്ര 17 മിനിറ്റോ 19 മിനിറ്റോ വെച്ചിട്ടാണ് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നോക്കാം. അറ്റ്ലീസ്റ്റ് ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യത്തക്ക വിധത്തിൽ ഒരു 10-40 മിനിറ്റ് സംസാരിച്ചാൽ എൻ്റെ ഒരു എയിമുണ്ട്. ഇത് വേഗം തീർത്ത് പ്രായം എന്നെ തളർത്തുന്നതിൻ്റെ മുമ്പ് ഈ ഭാഗവതം സമർപ്പിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക് പരമശൈല. അപ്പോൾ 73-ാമത്തെ ശ്ലോകം നോക്കുക. മനനാധിതതാതേന സ്ഥിരചിത്തേ കൃതേ വൃഷം അദൃഢം ചഹതം ജ്ഞാനം പ്രമാദേന ഹതം ശ്രുതം. മണ്ടയ്ക്ക് മേട ചെയ്യണതേ നോക്കിക്കോളൂ. മനനാദി തഥാതേന സ്ഥിരചിത്തേ കൃതേ വൃഷം അദൃഢം ചഹതം ജ്ഞാനം പ്രമാദേന ഹതം ശ്രുതം. അദൃഢം ചഹതം ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ദൃഢമില്ലാത്ത അവസ്ഥ അറിവിനെ ഹനിക്കും. അത് അത്ര മനസ്സിലാക്കിയാൽ മതി. ഐ ആം ഹാപ്പി. അതുപോലെ തന്നെ ഏതുപോലെ തന്നെ ഈ ഭജനഭേദം നിമിത്തം ഫലഭേദമുണ്ടാവും. അപ്പോൾ ഭജിക്ക് യഥോ രാജ തഥോ പ്രജ. രാജാവ് എങ്ങനെ അതേപോലെ പ്രജകളുണ്ടാവുക എന്നാണ് പറയാം. അപ്പോൾ രാജാവ് ശിക്ഷിച്ച് കരം വാങ്ങിയിട്ടില്ലെങ്കിൽ പ്രജകൾ ഉദാസീനന്മാരാവും, നികുതി കൊടുക്കില്ല. അപ്പോൾ രാജ്യം ക്ഷയിക്കും. അപ്പോൾ ഇവിടെ ഭജനഭേദം നിമിത്തം എന്തുണ്ടാവും? ഫലഭേദം. അതാണ് ശരി. ഇതറിയാണ്ട് പോയി നമുക്ക്. എല്ലാവരും ഗുരുവായൂരമ്പലത്തിൽ ഒരു ദിവസം 10,000 ആൾക്കാർ നിന്ന് വലഞ്ഞിട്ട് തൊഴുന്നുണ്ട്. എല്ലാവർക്കും ഫലം ഒരേ പാതിൽ കിട്ടുന്നുണ്ടോ? ഇല്ല. ഭജനഭേദം ഉണ്ടോ അവിടെ എന്നർത്ഥം. ഇതെന്തുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോൾ ഒരു ഐശ്വര്യ പൂജ ഒരു സപ്താഹ വേദിയിൽ ആചാരം ചെയ്യിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കണം. എന്ത്? നിങ്ങളുടെ ഭജനഭേദം ഐശ്വര്യ പൂജയിലുള്ള പരിജ്ഞാനം എത്ര ഉണ്ട്, അതിനനുസരിച്ചുള്ള ഫലം കിട്ടുമെന്ന് പറയണ്ടേ. ഈ 101 ഉറുപ്പ്യ ചീട്ടാക്കിയവർക്കൊക്കെ നന്നാവുമെന്ന് പറയാൻ പാടുമോ? പാടില്ല. അതോട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ പ്രേതത്താൽ മനസ്സിനെ സ്ഥിരമാക്കിയിട്ട് മനനം നിധിധ്യാസനം മുതലായവയും ചെയ്യപ്പെട്ടു. പ്രേതമാണെങ്കിൽ കൂടി ജ്ഞാനം ഹൃദയത്തിൽ ഉറപ്പിക്കണമെങ്കിൽ മനനാദികളുണ്ടായിരിക്കണം. അറിവ് മനസ്സിൽ ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ മനനം ചെയ്യാനുള്ള കഴിവുണ്ടാവണം. എനിക്ക് കൺവിൻസ് ആവാത്ത കാര്യം നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ താണ് വീണ് ഉരുണ്ട് പടഞ്ഞ് മനസ്സിലാക്കണം. എന്നാൽ അത് മാത്രമേ ഏൽക്കുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ജ്ഞാനം ഹൃദയത്തിൽ ഉറയ്ക്കണമെങ്കിൽ മനനാദികൾ ഉണ്ടായിരിക്കണം. അല്ലാഞ്ഞാൽ ആ ജ്ഞാനം ക്രമത്തിൽ നശിക്കും. കേൾക്കുന്നതിലും മനസ്സിനെ ശരിക്കും നിർത്തണം. ശ്രദ്ധിച്ച് ചെവി തന്ന് കേൾക്കണം എന്ന് പറയും.
കേൾക്കുന്നതിലും മനസ്സിനെ ശരിക്ക് നിർത്തണം. അനവധാനത നിമിത്തം മനസ്സിരുത്തായ്മ എന്നാ വാക്കിൻ്റെ അർത്ഥം. മനസ്സിരുത്തായ്മ ശ്രവണം നിഷ്ഫലമാകും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു എപ്പിസോഡ് പറഞ്ഞാൽ ചില എപ്പിസോഡ് കഴിയാൻ വേണ്ടി ഒരു 10 മിനിറ്റെങ്കിലും ആവണ്ടേ, അല്ലെങ്കിൽ ഒരു 10 ശ്ലോകമെങ്കിലും ആവണ്ടേ എന്ന് പറയണതും 55 മിനിറ്റൊക്കെ പറയുന്ന എപ്പിസോഡുകൾ അടിച്ച് എന്താണെന്നാ പറയുക, അടിക്കണമെന്നൊക്കെ ബാള് കാലുമ്പോൾ കൊള്ളും. മറ്റത് ഈ 11 ആളുടെ ഒരാളുടെ കാലിലല്ലേ പന്ത് കൊള്ളുള്ളൂ. എത്ര വലിയ സൂപ്പർ ടീം കളിക്കുകയാണെങ്കിലും ഒരേ സമയത്ത് ബാൾ ഒരാളുടെ കാലിലേ കൊള്ളൂ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കളിക്കുമ്പോഴോ എൻ്റെ കാലിൽ തന്നെയായിരിക്കും പന്ത്. അതേപോലെ അപ്പോൾ ചിലത് പറഞ്ഞതായിട്ട് ഓർക്കാൻ പറ്റില്ല. കാരണം എന്താ, ഓർക്കം തൂങ്ങിയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ കുറ്റങ്ങൾ എനിക്കറിയാം, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? മനനാദി തഥാതേന സ്ഥിരചിത്തേ കൃതം വൃഷം അദൃഢം ചഹതം ജ്ഞാനം. ആ ദൃഢചിത്തത ഉണ്ടെങ്കിലേ ജ്ഞാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രമാദേന ഹതം ശ്രുതം, കേൾക്കുന്നതിൽ പ്രമാദമുണ്ടായാൽ, എന്താ ശ്രദ്ധക്കുറവുണ്ടായാൽ കേൾവിയിൽ എന്താ കേട്ടതെന്ന് അറിയാതെ കൊണ്ട് വരുന്ന അർത്ഥം. സാരമില്ല. അടുത്ത ശ്ലോകം 74. സന്നിഗ്ധോ ഹി ഹതോ മന്ത്രോ വ്യഗ്രചിത്തോ ഹതോ ജപാ അവൈഷ്ണവോ ഹതോ ദേശോ ഹതം സാധം അപാത്രകം. 4 കാര്യം പറഞ്ഞത്. സന്നിഗ്ധോ ഹി ഹതോ മന്ത്രോ വ്യഗ്രചിത്തോ ഹതോ ജപ. വ്യഗ്രചിത്തം ജപത്തിനെ ഹനിക്കും, മന്ത്രത്തിനെ സന്നിഗ്ധോ ഉത്കണ്ഠ ജാസ്തി ഉണ്ടായാൽ മന്ത്രം പഴിക്കും. അവൈഷ്ണവോ ഹതോ ദേശം. ഈ വിഷ്ണു, അതായത് അവൈഷ്ണവെന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം പറയണത് സാത്വിക ഗുണമില്ലാത്തവർ, അതാത് ദേശത്തെ ദുർബലപ്പെടുത്തും, ദേശവാസികൾക്ക് ദുർബലമാവും. ഹതം ശ്രാദ്ധം അപാത്രകം. ശ്രാദ്ധം ഊട്ടുന്ന ആൾ സജ്ജനാവണം. ദുഷ്ടജനാണെങ്കിൽ കാര്യമില്ല. സന്നിഗ്ധോ ഹി ഹതോ മന്ത്രോ വ്യഗ്രചിത്തോ ഹതോ ജപം അവൈഷ്ണവോ ഹതോ ദേശോ ഹതം ശ്രാദ്ധം അപാത്രകം. പ്രസംഗവശാൽ മന്ത്രാദികളുടെയും ഫലാഅഫലങ്ങളെ, ഫലം അഫലം കാരണം പറയുന്നു. മന്ത്രത്തിൽ സംശയം ജനിച്ചാൽ ഫലമുണ്ടാകില്ല. ഇപ്പോൾ സംശയമില്ല നമുക്ക്. കാരണം വിഷ്ണു സഹസ്രനാമം 16 മിനിറ്റ് 17 മിനിറ്റിൽ ജപിച്ചു. എന്താ കാര്യം? ഒരു കാര്യമില്ല. അർത്ഥം അറിയണം. മെല്ലെ ജപിച്ചാൽ മതി. എവിടേക്കാണ് പോകാൻ ഇത്ര തിടുക്കം? ഒരു ദിവസം 10 മന്ത്രം ജപിച്ചാൽ മതി. അതിൻ്റെ അർത്ഥം അറിയട്ടെ. അപ്പോൾ മന്ത്രത്തിൽ സംശയം ജനിച്ചാൽ ഫലമുണ്ടാകില്ല. മനസ്സിനെ ഏകാഗ്രമാക്കാതെ ഇരുന്നാൽ ജപത്തിനും ഫലമില്ല. ഏകാഗ്രതയില്ലാതെ കൊണ്ട് ജപിച്ചാൽ ജപത്തിന് ഫലമില്ല. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചത് എല്ലാ ദിവസവും ഇട്ടതുകൊണ്ട് കാര്യമില്ല. എവിടെ റെക്കോർഡ് ജപിച്ചാൽ റെക്കോർഡിനാണ് ഫലം. നമ്മൾ ജപിച്ചത് ദിവസേന ഇടണം, നമ്മൾ ജപിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ജപത്തിനും ഫലമില്ല. വിഷ്ണു ഭക്തനില്ലാത്ത ദേശം നന്മയെ പ്രാപിക്കുകയില്ല. കാരണം പ്രകൃതിക്ക് 3 ഗുണമാണല്ലോ. തമോ ഗുണം രജോ ഗുണം കൊണ്ട് ദേശം നന്നാവില്ല. സാത്വിക ഗുണനിധികൾ, കുടുംബം നോക്കാത്തവർ കുടുംബത്തിലുണ്ടായ കുടുംബം അഭിവൃദ്ധിപ്പെടുമോ? ഇല്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ തികഞ്ഞിരിക്കുന്ന ബ്രാഹ്മണനല്ല ശ്രാദ്ധത്തിന് ഭക്ഷണം നൽകിയതെന്ന് വരികിൽ ആ ശ്രാദ്ധം പിതൃപ്രീതികരമായി വരികയില്ല. ശ്രദ്ധിക്കണം. ഒരു തികഞ്ഞ ബ്രാഹ്മണ്യമുള്ള ഒരാൾക്ക് വേണം ശ്രാദ്ധം ഊട്ടാൻ. അപ്പോൾ വിശപ്പ് മാറാൻ വേണ്ടി ശ്രാദ്ധം ഊണ് കഴിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. അവർ ദക്ഷിണയും വാങ്ങി പോവും. അങ്ങനെ ആവരുത്. അപ്പോൾ നമുക്ക് ഈ പാത്രാനുഭൂതി എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം.
ഇനി 75 76 ഒപ്പം പോവും. എന്താ? ഹതം അശ്രോത്രിയോ ഹതം അശ്രോത്രിയേ ദാനം അനാചാരഹതം കുലം. അവിടെ കൂട്ടക്ഷരാണ്, ഞാൻ പിരിച്ചിട്ടാണ് വായിച്ചത്, അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നന്ന്. ഹതം അശ്രോത്രിയേ ദാനം അനാചാരഹതം കുലം വിശ്വാസോ ഗുരുവാക്യേഷു സ്വസ്മിൻ ദീനത്വഭാവനാം മനോദോഷജയശ്ചൈവ കഥായാം നിശ്ചലാമതി ഏവം ആദി കൃതം ച ഉത്സ്യം തഥാ വൈ ശ്രവണേ ഫലം. എന്താ പറഞ്ഞത്? ഹതം അശ്രോത്രിയേ ദാനം അനാചാരഹതം കുലം വിശ്വാസോ ഗുരുവാക്യേഷു സ്വസ്മിൻ ദീനത്വഭാവനാം മനോദോഷജയശ്ചൈവ കഥായാം നിശ്ചലാമതി ഏവമാദികൃതം ചേത്സ്യ തഥാം വൈ ശ്രവണേ ഫലം. എന്താ പറയാൻ കാരണം? വേദം പഠിക്കാതിരിക്കുന്ന ബ്രാഹ്മണന്, അതാണ് അശ്രോത്രിയൻ എന്ന് പറയും. അശ്രോത്രിയൻ എന്ന് പറഞ്ഞാൽ ആരാ? വേദം പഠിക്കാതിരുന്ന ബ്രാഹ്മണന് നൽകുന്ന ദാനം നിഷ്ഫലം. അപ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഓരോ റുപ്യ 2 റുപ്യ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. പണ്ഡിതനാണെങ്കിൽ കൊടുക്കാം, പണ്ഡിതനാണെങ്കിൽ കൊടുക്കരുത്. അശ്രോത്രിയൻ വേദം പഠിക്കാതിരിക്കുന്ന ബ്രാഹ്മണന് നൽകുന്ന ദാനം നിഷ്ഫലം. സദാചാരമില്ലായ്മ കുലനാശത്തിന് കാരണം. അതിപ്പോൾ നമ്മൾ കണ്ടുവരുന്നില്ലേ? സദാചാരമില്ലായ്മ കുലനാശം, സമൂഹത്തെ നശിക്കുന്ന പറഞ്ഞത്. ഗുരുവാക്യങ്ങളിൽ വിശ്വാസം ഉണ്ടാവണം. പട്ടാമ്പി എന്തൊക്കെയോ തട്ടി വിടണു എന്ന് വിചാരിച്ചിട്ട് ഇത് കേട്ടിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ഞാനിപ്പോൾ 55 മിനിറ്റ് എപ്പിസോഡ് പറഞ്ഞാൽ എത്ര ആൾ 55 മിനിറ്റും കേൾക്കുന്നവരുണ്ട്? ഇതൊക്കെ ഒന്നിനോടൊന്ന് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കണക്ടിവിറ്റി നാശം വന്നില്ലേ? പിന്നെ ഇത് കേട്ട ഫലം എങ്ങനെ ഉണ്ടാവുക? ഐ ആം സോറി ടു ടെൽ യു ദിസ് ട്രൂത്ത്. സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കലാണ് എൻ്റെ ഉദ്ദേശം. ആരും ആയിക്കോട്ടെ, എനിക്ക് നിങ്ങളെ ആരും പേഴ്സണലായിട്ട് അറിയില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. താൻ ദീനനാണെന്നുള്ള വിചാരം, ഞാനെല്ലാം തികഞ്ഞവനാണ് എന്ന് വന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. താൻ ദീനനാണെന്നുള്ള വിചാരം. എന്തിനാ ഈ ദീനത്വം? ഈശ്വരീയ മഹിമകൾ മനസ്സിലാക്കാനുള്ള വെമ്പലായിരിക്കണം ദീനത്വം, മുമുക്ഷത്വത്തിനായിരിക്കണം ദീനത്വം. മനസ്സിനെ ചലിപ്പിക്കുന്ന കാമക്രോധാദി വൃത്തുകളുടെ മീതെ ജയമുണ്ടെങ്കിൽ മാത്രമേ ഇത് കേൾക്കാൻ പറ്റുള്ളൂ, കേട്ടും ഫലം ഉണ്ടാവുള്ളൂ. കാമനകളെ ബാണം കെട്ടി പുറത്തിടണം. കാമക്രോധാദി വൃത്തികൾ, കാമ, ക്രോധം, മതം, മത്സരം, ലോഭം, ഭയം, ഈ 6 വൈരികളാണ് നമ്മളെ നശിപ്പിക്കുന്നത്. ഇവർക്ക് രൂപമില്ല, പിന്നെ ആരോടെ നമ്മൾ വാൾപ്പയറ്റ് ചെയ്യുക? അപ്പം മനസ്സിലാണ് ഇവരെ കാമിക്കുക. കാമിച്ചത് കിട്ടിയില്ലെങ്കിൽ ക്രോധം ഉണ്ടാവും, കാമക്രോധം. ഉള്ളത് വെച്ചിട്ടൊരു മതം എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളൊരു ധാരണ, അത് വെച്ചിട്ടൊരു മത്സരം, കാമക്രോധ മതമായി മത്സരമായി. പിന്നെ ലോഭം, ഇല്ലാത്തതുണ്ടെന്ന് കാണിക്കുന്നത് ലോഭം. ഭയം, സമ്പത്ത് കൂടുമ്പോൾ ഭയം ഉണ്ടാവുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ കഥയിൽ ചലിക്കാതിരിക്കുന്നതായ ദൃഢഭാവം എന്നിങ്ങനെയുള്ള ഭാവങ്ങൾ തികഞ്ഞിരിക്കുന്നവന് ശ്രവണത്തിൽ ശരിയായ ഫലം ലഭിക്കും. ശരിയായ ഫലം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ദൃഢഭാവം വേണം. കഥയിൽ ചലിക്കാതിരിക്കുന്നതായ ദൃഢഭാവം എന്നിങ്ങനെയുള്ള ഭാവങ്ങൾ തികഞ്ഞിരിക്കുന്നവന് ശ്രവണത്തിൽ ശരിയായ ഫലം ലഭിക്കും. എനിക്കിത് കിട്ടി. എങ്ങനെ? ഞാനിത് പറയാൻ വേണ്ടി വെമ്പി നടന്ന് അറിയാത്തതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട്. ടിൽ ദി ലാസ്റ്റ് ബ്രത്ത് ഞാൻ ശ്രമിക്കാം. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അടുത്ത ശ്ലോകം 77. പുനഃസ്രവാന്തേ സർവേഷാം വൈകുണ്ഠേ വസതി ധ്രുവം ഗോകർണ തവ ഗോവിന്ദോ ഗോലോകം ദാസതി സ്വയം.
അപ്പോൾ പ്രേതം എല്ലാം ശരിക്ക് കേട്ടു എന്നും മറ്റുള്ളവർക്ക് ഭജനഭേദം നിമിത്തം ഫലഭേദമുണ്ടായിരിക്കുന്നുള്ള സിദ്ധാന്തം വെച്ചുകൊണ്ട് വേണ്ടത്ര ഗൗരവത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവരെ വിമാനത്തിൽ ഞങ്ങൾ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാത്തത് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് കാര്യം മനസ്സിലായി ഗോകർണനെ. അപ്പോൾ ഗോകർണൻ എന്ത് ചെയ്തു? പുനഃസ്രവാന്തേ സർവേഷാം, മറ്റുള്ളവരെ ഒരിക്കൽ കൂടി കേൾപ്പിക്കാൻ വേണ്ടി വൈകുണ്ഠേ വസതിർ ധ്രുവം, വൈകുണ്ഠവാസം ഉറപ്പിക്കാൻ വേണ്ടി ഗോകർണ തവ ഗോവിന്ദോ, ഗോവിന്ദൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ ചരിതമായിരിക്കുന്ന ഈ ഭാഗവതത്തിനെ പറഞ്ഞ് ഗോലോകം ദാസതി സ്വയം, ഗോലോകത്തിലേക്ക് ദ്വിഭുജ കൃഷ്ണൻ്റെ ലോകത്തിലേക്ക് ഗോകർണനും പോയി. പ്രശ്നയോ? വീണ്ടും കഥാശ്രവണമുണ്ടായാൽ അതിൻ്റെ അവസാനത്തിൽ എല്ലാ പേർക്കും വൈകുണ്ഠത്തിൽ വാസം ലഭിക്കും നിശ്ചയം. ഹേ ഗോകർണ, നിനക്കാകട്ടെ ശ്രീ ഗോവിന്ദൻ തന്നെ ഗോലോകത്തെ നൽകും എന്ന് ധാരാ പറഞ്ഞത്. അവിടുന്ന് വന്നിട്ടുള്ള വൈഷ്ണവ പാർഷദന്മാർ. അപ്പോൾ കുമാര സനകാദികൾ നാരദരോട് പറയാണ്, ഏവം മുക്വായു സർവേ വൈകുണ്ഠം ഹരികീർത്തനാഃ ശ്രാവണേ മാസി ഗോകർണ കഥാം ഊചേതഥാ പുനഃ. ഏവം മുക്വായു സർവേ വൈകുണ്ഠം ഹരികീർത്തനാം ശ്രാവണേ മാസി ഗോകർണ കഥാമൂചേതഥാ പുനാം. കുമാരന്മാർ അരുളി ചെയ്തു. ആരെ? സനകാദി മുനിശ്രേഷ്ഠന്മാർ നാരദരോട് പറയണു. ഇപ്രകാരം പറഞ്ഞിട്ട് ശ്രീ ഹരികീർത്തനം ചെയ്യുന്ന അവർ വൈകുണ്ഠത്തിലേക്ക് പോയി. കാരണം അവരുടെ മിഷൻ സക്സസ്സായി. അവരെന്തിനാ ഭൂമിയിൽ വന്നത്? ഭാഗവതത്തിൻ്റെ മഹിമ എന്താണെന്ന് സാധാരണക്കാരന് അറിയാൻ വേണ്ടി നാരദയുടെ ചോദ്യത്തിന് ഉത്തരമായ രീതിയിൽ നാരദരോട് സംസാരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഇനി ഒരിക്കൽ കൂടെ സപ്താഹയജ്ഞം നടത്തുകയും വിധിപ്രകാരം ശ്രവണമനനാദികൾ നിർവഹിക്കുകയും ചെയ്താൽ എല്ലാവർക്കും വൈകുണ്ഠം ലഭിക്കുമെന്ന് ഹരിദാസന്മാർ പറഞ്ഞതിനെ അനുസരിച്ച്, ഹരിദാസന്മാരെന്ന് പറഞ്ഞാരൊക്കെയാണ് അവർ 4 ആളാണ് വന്നിട്ടുണ്ടായിരുന്നത് വൈകുണ്ഠത്തുനിന്ന്. ആരെ കൊണ്ടുപോകാൻ? ഈ ദുന്ദുകാരിയുടെ പ്രേതത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഹരിദാസന്മാർ പറഞ്ഞതിനെ അനുസരിച്ച് ഗോകർണൻ ചിങ്ങമാസത്തിൽ 2ാമതും ഒരു കഥ നടത്തി. 79ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. രാത്രവതീം ഭൂയ ശ്രവണം തേ കൃതം പുനഃ കഥാസമാപ്തോ യജ്ഞാതം ശ്രൂയതാം തശ്ച നാരദാം. സപ്തരാത്രവതീം ഭൂയ ശ്രവണം തേ കൃതം പുനഃ കഥാസമാപ്തോ യജ്ജാതം ശ്രൂയതാം തശ്ച നാരദാം. സപ്താഹപാരായണം വീണ്ടും എല്ലാ ജനങ്ങളും ശ്രവിച്ചു. അവിടെ ആഖ്യാനെന്ന് പറഞ്ഞിട്ടില്ലേ, വേണ്ട. സപ്താഹപാരായണം വീണ്ടും എല്ലാ ജനങ്ങളും ശ്രവിച്ചു. ഹേ നാരദ, കഥാസമാപ്തിയിൽ സംഭവിച്ചതായ അത്ഭുതം പറയാം, കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. അതെന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. 80ാമത്തെ ശ്ലോകം. വിമാനേ സഹഭക്തൈശ്ച ഹരിരാവിർബഭൂവഃ ജയശബ്ദാ നമശബ്ദാ അസ്തത്രാസൻ ഭഗവസ്തദാ. വിമാനൈ സഹഭക്തൈശ്ച ഹരിരാവിർബഭൂവഃ ജയശബ്ദാ നമശബ്ദാസ്തത്രാസൻ ഭഗവസ്തദാ. ഭക്തജനങ്ങളോടും വിമാനങ്ങളോടും കൂടെ അവിടെ ശ്രീഹരി തന്നെ പ്രത്യക്ഷനായി വന്നു. അത് ഹരിദാസന്മാരാണ് ഭക്തജനങ്ങൾ. വിമാനങ്ങളോടും കൂടെ അവിടെ ശ്രീഹരി തന്നെ പ്രത്യക്ഷനായി വന്നു. അപ്പോൾ ജയശബ്ദങ്ങളും നമശബ്ദങ്ങളും അവിടെ മുഴങ്ങി. എന്താണ് കാരണം? അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഹരിപാർഷദന്മാർ മാത്രമേ വന്നുള്ളൂ. ഇപ്പോൾ സാക്ഷാൽ ഹരി തന്നെ വന്നിട്ടുണ്ട്. മാത്രമല്ല ധാരാളം വിമാനങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊക്കെ ഹരിദാസന്മാരുണ്ട്. എന്തിന്? അത് മാത്രമല്ല, എന്തൊക്കെ മുഖരിതമായി അവിടെ. പഞ്ചജന്യധ്വനിം ചക്രേ ഹർഷ തത്ര സ്വയം ഹരി
ഗോകർണം തു സമാലിംഗ്യ അകരോൽ സ്വസദൃശം ഹരി. മൈ ഗുഡ്നസ്. അതിനർത്ഥം അറിഞ്ഞാൽ പുളകം വരും. എന്താ? പാഞ്ചജന്യത്തിൻ്റെ ധ്വനി കേട്ടു എല്ലാവരും. ചക്രേ, സുദർശന ചക്രം പിടുത്തിട്ടുള്ള ഭഗവാനെയും കണ്ടു. ഹർഷാത്ത് അത്ര സ്വയം ഹരി, സന്തോഷമായി. ഇത് സാക്ഷാൽ ശ്രീഹരി തന്നെ. കാരണം ചിഹ്നങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഗോകർണം തു സമാലിംഗ്യ കരോത്സദൃശം ഹരി. ഭഗവാൻ ഈ ഗോകർണനെ ആലിംഗനം ചെയ്തു. ആരെ? മഹാവിഷ്ണു. അപ്പോൾ ഗോകർണന് ചതുർബാഹുവായിട്ടുള്ള ശരീരം കെട്ടി. അതാണ് സാമീപ്യം, സാരൂപ്യം എന്നൊക്കെ പറഞ്ഞത്. സാരൂപ്യായി. സമാലിംഗ്യ അകരോത് സ്വസദൃശം ഹരി, ഭഗവാനെപ്പോലെ തന്നെ സദൃശനായിട്ടുള്ള രൂപത്തോടു കൂടിയിട്ടുള്ളവനായി. സന്തോഷാധിക്യ നിമിത്തം ശ്രീഹരി തന്നെ പഞ്ചജന്യത്തെ ധ്വനിപ്പിച്ചു. തൻ്റെ ഭക്തന്മാരെ ഭാഗവതം വിധിപ്രകാരം കേട്ട അനേകം ഭക്തന്മാരെ ഒന്നോട് കൂടെ കണ്ടതും അല്ലേ, അതിന് കാരണക്കാരനായിട്ടുള്ള സോക്കാൾഡ് ഗോകർണനെ കണ്ടതും ഭഗവാന് ആനന്ദതുന്തുലിന ഭാവം വന്നപ്പോൾ ഭഗവാൻ കയ്യിലിരിക്കണ പാഞ്ചജന്യത്തിനെ ധ്വനിപ്പിച്ചു. ഗോകർണനെ ആലിംഗനം ചെയ്തിട്ട് തന്നോട് തുല്യമായ രൂപമുള്ളവനാക്കി തീർത്തു. അപ്പോൾ ഭാഗവതത്തിൻ്റെ ഒരു മാസ്മരികത നമ്മൾ മനസ്സിലാക്കണം. പ്രമോഷയിലെ അടുത്ത ശ്ലോകം 82. ശ്രോതൃനന്യാൻ ഘനശ്യാമാൻ പീതകൗശേയവാസസാ കിരീടിന കുണ്ടിലന സ്തഥാ ചക്രേ ഹരിക്ഷണാത്. ശ്രോതൃനന്യാൻ ഘനശ്യാമാൻ പീതകൗശേയവാസസാം കിരീടിന കുണ്ടലിന തഥാ ചക്രേ ഹരിക്ഷണാത്. എന്താണർത്ഥം? ശ്രീഹരി ക്ഷണത്തിൽ ശ്രോതാക്കന്മാരായ മറ്റു ജനങ്ങളെയും നീലമേഘശ്യാമളന്മാരും മഞ്ഞപ്പട്ടു ധരിച്ചവരും കിരീടകുണ്ടലാദികളാൽ അലങ്കരിക്കപ്പെട്ടവരുമാക്കി തീർത്തു. അപ്പോൾ നല്ല അടിസ്ഥാനപരമായിട്ടുള്ളൊരു സപ്താഹം നടന്നു കഴിഞ്ഞാൽ മനുഷ്യന് വൈകുണ്ഠനെ സ്മരിക്കാൻ സാധിക്കണം. അതായത് വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താ? വിഘടിച്ച് നിൽക്കുന്ന പഞ്ചഭൂതങ്ങൾ ഒരു കൂട്ടിയവൻ. അതിൽ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ഈ ശരീരവും അതിലുള്ള ജീവാത്മാവും. ആ ജീവാത്മാവിൻ്റെ പ്രാരബ്ധങ്ങളെ ഈ ഭാഗവത തത്വശാസ്ത്രങ്ങളെ കൊണ്ട് ആ പാപങ്ങളെ കളഞ്ഞാൽ പിന്നെ എന്തു മാത്രമേ ഉള്ളൂ? സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന വസുദേവ ചൈതന്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ആ ഭഗവാന്റെ രൂപം എന്താ? നീലമേഘശ്യാമനാണ്. വനമാല ധരിച്ചിട്ടുണ്ട്, കിരീടമുണ്ട്, മകരകുണ്ടലങ്ങളുണ്ട്, മഞ്ഞ പീതാംബരധാരിയാണ്. അപ്പം കാര്യം മനസ്സിലായോ? അപ്പോൾ വാക്കിൻ്റെ അർത്ഥം എടുക്കരുത്, ഭാവാർത്ഥമാണ് എടുക്കേണ്ടത്. അപ്പം പട്ടാമ്പി ഒരു സപ്താഹം ചെയ്താൽ ഞങ്ങൾക്കൊക്കെ അങ്ങനെ ആവുമോ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ 83-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. തദ്ഗ്രാമേ യേ സ്ഥിതാ ജീവ ആശ്വ ചണ്ഡാളജാതയാ വിമാനേ സ്ഥാപിതാതേ അഭി ഗോകർണകൃപയാ തഥാ. തദ്ഗ്രാമേ യേ സ്ഥിതാ ജീവ അശ്വ ചാണ്ഡാളജാതയാ വിമാനേ സ്ഥാപിതാതേ അഭി ഗോകർണകൃപയാ തഥാ. അതായത് ആ ഗ്രാമത്തിൽ ഏതെല്ലാം ജീവജാലങ്ങളുണ്ടായിരുന്നോ അതിൽ അശ്വ ചണ്ഡാളജാത അങ്ങേയറ്റം മുതലൊക്കെ ചണ്ഡാള വിഭാഗത്തിൽപ്പെട്ടവർ കൂടി വിമാനെ സ്ഥാപിത ദേവി, അതായത് വൈകുണ്ഠത്തിലേക്കുള്ള വിമാനത്തിൽ കയറ്റി. ഗോകർണ കൃപയാതത. അതിന് കാരണം എന്താ? ഗോകർണൻ്റെ കൃപ. ഈ കൃപയാണ് ഈശ്വരീയത. ടു ബി കൈൻഡ് ടു ആൾ. വിവരമുള്ളവൻ മറ്റുള്ളവരുടെ വിവരത്തിനായി ഭാഗവതത്തെ പ്രമാണസഹിതമായിട്ട് പറയാൻ താല്പര്യപ്പെട്ടാൽ, ഒരു വ്യഗ്രത കാണിച്ചാൽ അതിനേക്കാൾ വലിയൊരു കൃപയില്ല. അത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം എന്നെ ഫോർവേഡിലേക്ക് പുഷ് ചെയ്യാം. മനസ്സിലായില്ലേ? ആ ഗ്രാമത്തിൽ ശവചണ്ഡാളാദികളായ ഏതെല്ലാം ജാതിയിലുള്ള
ജാതിയിൽ ഉൾപ്പെട്ട ജീവന്മാർ വസിക്കുന്നുവോ അവരെയെല്ലാം ഗോകർണൻ്റെ പേരിലുള്ള കാരുണ്യാതിശയം നിമിത്തം ശ്രീഹരി വിമാനത്തിൽ കയറ്റി. ഇനി 84. പ്രേഷിതാ ഹരിലോകേ തേ യത്ര ഗച്ഛതി യോഗിനഃ ഗോകർണേന സ ഗോപാലോ ഗോലോകം ഗോപവല്ലഭം. ആ ഒരു ശ്ലോകം ഉണ്ടല്ലോ. പ്രേഷിതാ ഹരിലോകേ തേ യത്ര ഗച്ഛതി യോഗിനഃ ഗോകർണേന സ ഗോപാലോ ഗോലോകം ഗോപവല്ലഭം. ഗോപവല്ലഭം എന്ന് പറയുന്നതാ ഗോപിമാരുടെ ഭർത്താവ്. ഗോപിമാരെയും ഗോപന്മാരെയും ഭരിക്കുന്നവനായ കൃഷ്ണൻ്റെ ലോകത്തേക്ക് എത്തിച്ചു എന്നാ. 85. അത് രണ്ടും കൂടിയിട്ട് അർത്ഥം പറയാം. കഥാശ്രവണത പ്രീതോ നിര്യയോ ഭക്തവത്സല അയോധ്യാവാസിന പൂർവം യഥാ രാമേണ സംഗതാഃ തഥാ കൃഷ്ണേന തേ നീതാ ഗോലോകം യോഗി ദുർലഭം. ഈ ഗോലോകം യോഗികൾക്ക് കൂടി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. അതാണിപ്പോൾ നേരായ വഴിയിലൊരു സപ്താഹം കേട്ടാൽ അവിടെ എത്തിയിട്ടുള്ളവരുടെ മാനസികാവസ്ഥ. പ്രേഷിതാ ഹരിലോകേ തേ യത്ര ഗച്ഛതി യോഗിനഃ ഗോകർണേന സ ഗോപാലോ ഗോലോകം ഗോപവല്ലഭം കഥാശ്രവണതഃ പ്രീതോ നിര്യയോ ഭക്തവത്സല അയോധ്യാവാസിന പൂർവം യഥാ രാമേണ സംഗതാം തഥാ കൃഷ്ണേന തേ നീതാ ഗോലോകം യോഗി ദുർലഭം. എന്താണർത്ഥം പറയാം? യോഗബലത്താൽ ഏതൊരു ലോകത്തെ യോഗികൾ പ്രാപിക്കുന്നുവോ ആ ലോകമായ വൈകുണ്ഠത്തെ ഭഗവാൻ ശ്രീഹരി അവരെ പ്രാപിപ്പിച്ചു. യോഗികൾക്ക് കിട്ടുന്ന ആ വൈകുണ്ഠത്തിലേക്ക് ഈ സപ്താഹശ്രവണം ചെയ്തിട്ടുള്ള ആൾക്കാരെ എത്തിച്ചു. വേദമര്യാദയെ പരിപാലിക്കുന്നവനായതുകൊണ്ട് വേദത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. വേദമര്യാദയെ പരിപാലിക്കുന്നവനായതുകൊണ്ട് ഗോപാലൻ എന്ന പ്രസിദ്ധനായ ഭഗവാൻ ഗോപാലൻ എന്ന് പ്രസിദ്ധനായ ഭഗവാൻ. ശ്രദ്ധിക്കുക, എനിക്കതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്, പക്ഷെ സമയമില്ല. എന്ന് പറയുന്നത് എന്താർത്ഥം? ശ്വാസം മുട്ടിയിട്ടായിരിക്കണത്. എനിക്കൊരു പേരിട്ട എൻ്റെ അച്ഛനെ സദാസമയത്ത് ഞാൻ നമിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് വഴുകി നേരാവാൻ എങ്കിൽ കൂടി എനിക്കതിൽ സംതൃപ്തിയുണ്ട്. പ്രൊഫഷണൽ ഞാൻ എൻ്റെ പേരിനെ പറ്റി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞു, ഈ രാജഗോപാലൻ എന്ന് വേണ്ട ഏതെങ്കിലും ഒരു പേര് മതി, ഒന്നില്ലെങ്കിൽ രാജൻ അല്ലെങ്കിൽ ഗോപാലൻ. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, അയാൾക്ക് എന്നെ മനസ്സിലാക്കിയിട്ടില്ല അയാൾ. ഞാനവിടെ തനിക്ക് പേരിട്ടത് ഗോപാലന്മാരുടെ രാജാവ്. അപ്പോൾ ഇവിടെ ഗോപാലൻ എന്നുള്ള പ്രസിദ്ധനായ ഭഗവാൻ ഭക്തവത്സലൻ എന്ന് പറഞ്ഞാൽ അതിൽ രാജാവെന്നാണ് രാജഗോപാലൻ എന്നുള്ളതിനർത്ഥം പറയാം. ഇനി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ ഗൂഗിളിൽ യന്ത്രങ്ങളെ പറ്റിയിട്ട് അതിൽ പ്രസിദ്ധമായ യന്ത്രം രാജഗോപാല യന്ത്രം. എൻ്റെ പേരിലല്ല, ഭഗവാന്റെ പേരിൽ രാജഗോപാല യന്ത്രം. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഗോപാലൻ വേദമര്യാദയെ പരിപാലിക്കുന്നവനായതുകൊണ്ട് ഗോപാലൻ എന്ന് പ്രസിദ്ധനായ ഭഗവാൻ ഭക്തവത്സലൻ കഥാശ്രവണം ചെയ്തവരിൽ സന്തുഷ്ടനായതുകൊണ്ട് അവർക്കെല്ലാം സാലോക്യമുക്തിയെ ദാനം ചെയ്തു. സാലോക്യമുക്തിയെ ദാനം ചെയ്തു. പണ്ട് അയോധ്യാവാസികൾ ശ്രീരാമചന്ദ്രൻ്റെ സംഗമത്താൽ വൈകുണ്ഠം പ്രാപിച്ചതുപോലെ ശ്രീകൃഷ്ണനും ഇവരെ വൈകുണ്ഠം പ്രാപിപ്പിച്ചു. അനന്തരം ഗോകർണനോടുകൂടെ ചേർന്ന് യോഗികൾക്ക് ദുർലഭമായിരിക്കുന്ന ഗോലോകത്തെ ഭഗവാനും പ്രാപിച്ചു. അപ്പോൾ ദ്വിഭുജ കൃഷ്ണൻ്റെ ലോകത്തിനാണ് ഗോലോകം എന്ന് പറയാം. അതൊക്കെ മനസ്സിലാക്കിയാലുണ്ടാകുന്ന ഒരു ചാരിതാർത്ഥ്യം. അത് കഴിഞ്ഞ് 86-ാമത്തെ ശ്ലോകം. യത്ര സൂര്യസ്യ സോമസ്യ സിദ്ധാനാം നഗതി കഥാ തം ലോകം ഹി ഗതാസ്തേ തു ശ്രീമദ് ഭാഗവതശ്രവാത്. യത്ര സൂര്യസ്യ സോമസ്യ സിദ്ധാനാം നഗതി കഥാ തം ലോകം ഹി ഗതാസ്തേ തു ശ്രീമദ് ഭാഗവതശ്രവാത്. യാതൊരു ലോകത്തിൽ സൂര്യനും ചന്ദ്രനും സിദ്ധന്മാർക്കും കൂടെ ഏതൊരു കാലത്തും ഗതി ലഭിക്കുന്നില്ലയോ. ഈ സൂര്യനും ചന്ദ്രനൊക്കെ പുറമേയുള്ള പ്രതിഭാസ.
അവർക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാൻ പറ്റില്ല. കാരണം പിന്നെ അവരുടെ ഡ്യൂട്ടി ആരാ ചെയ്യുക? അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ യാതൊരു ലോകത്തിൽ സൂര്യനും ചന്ദ്രനും സിദ്ധന്മാർക്കും കൂടെ ഏതൊരു കാലത്തിലും ഗതി ലഭിക്കുന്നില്ലയോ, ആ ലോകത്തെ ശ്രീമദ് ഭാഗവത ശ്രവണജന്യമായ പുണ്യാധിക്യത്താൽ ആ ജനങ്ങൾ പ്രാപിച്ചു. വേണ്ട മാതിരി ഭാഗവതം ശ്രമിക്കണം, അത് നിർബന്ധമുണ്ട്. ഗ്യാരണ്ടി പറയാം, വേണ്ട മാതിരി ശ്രമിച്ചാൽ നമ്മുടെ മനോഗതി മാറും. വൈകല്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കില്ല. ഇപ്പം നമ്മൾ വൈകല്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുകയാണ്. എന്താണ് എൻ്റെ പോരായ്മ? വീട് നന്നാവണം, വണ്ടി വേണം, ബാങ്ക് ബാലൻസ് വേണം. നോ, സംശുദ്ധമായ ഭക്തി അത് ഇവിടുന്ന് വരുന്നത്. കടമകളും കടപ്പാടുകളും നടത്തിയവർക്ക് സംശുദ്ധമായിട്ടുള്ള ഭക്തി വരും. അതില്ലെങ്കിൽ വൈകുണ്ഠമില്ല. അതാ പറയാൻ കാരണം. അപ്പോൾ യാതൊരു ലോകത്തിൽ സൂര്യനും ചന്ദ്രനും സിദ്ധന്മാർക്കും കൂടെ ഏതൊരു കാലത്തിലും ഗതി ലഭിക്കുന്നു. എപ്പോൾ നോക്കിയാലും അവർക്ക് പോകാൻ പറ്റില്ല. ആ ലോകത്തെ ശ്രീമദ് ഭാഗവത ശ്രവണജന്യമായ പുണ്യാധിക്യത്താൽ, പുണ്യം അധികം പെടുന്നത് എപ്പോഴാണ്? ഭാഗവതം ശ്രവിക്കുമ്പോഴാണ്. അത് ശ്രവിച്ചാൽ മനസ്സിലാവണമെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കണ്ടേ? സ്വാധ്യായം ചെയ്തിരിക്കണം, പഠിക്കണം. 1500 രൂപ കൊടുത്താൽ പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ഈ മഹത് ഗ്രന്ഥം 8 വോള്യം നിങ്ങൾക്ക് ഗുരുവായൂരിന് കിട്ടും. ഗോ ആൻഡ് പർച്ചേസ് ഇറ്റ്, റീഡ് ഇറ്റ്. നിങ്ങൾ ശ്ലോകങ്ങളും പദാനുപതൊക്കെ വിട്ടോളൂ. ഈ ആഖ്യാനം മാത്രം പ്രോസ് വായിക്കണ കൂട്ടത്തിൽ ഒരു 3 പ്രാവശ്യം വായിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അജഗജാന്തര വ്യത്യാസം വരും. മതി, ധാരാളമായി. 87ാമത്തെ ശ്ലോകം പറയണു. ബ്രൂമോ അദ്യതേക്കും ഫലവൃന്ദമുജ്വലം. 4 വരി ശ്ലോകമാണ്. സപ്താഹയജ്ഞേന കഥാസു സഞ്ചിതം കർണേന ഗോകർണകഥാക്ഷരം യൈ പീതം ച തേ ഗർഭകഥാ ന ഭൂയാ. ഭ്രൂമോ അദ്യതേ കിം ഫലവൃന്ദമുജ്വലം സപ്താഹയജ്ഞേന കഥാസു സഞ്ചിതം കർണേന ഗോകർണകഥാക്ഷരം യൈ പീതം ച തേ ഗർഭകഥാ ന ഭൂയാ. എന്താണർത്ഥം? സപ്താഹയജ്ഞരൂപമായി നടത്തപ്പെടുന്ന കഥകളുടെ ശ്രവണത്താൽ സമ്പാദിക്കപ്പെടുന്ന അത്യുജ്വലമായ പുണ്യപൂരത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങയോട് ഇങ്ങനെ പറഞ്ഞ് അറിയിക്കട്ടെ. ഒരു പ്രാവശ്യം വായിച്ചാൽ കേട്ടാൽ മനസ്സിലാവില്ല കേട്ടോ. ഒന്ന് നിർത്തി കേട്ടോളൂ. ഫോർവേഡ് ചെയ്യുക, ബാക്ക്വേഡ് ചെയ്യുക. സപ്താഹയജ്ഞരൂപമായി നടത്തപ്പെടുന്ന കഥകളുടെ ശ്രവണത്താൽ സമ്പാദിക്കപ്പെടുന്ന അത്യുജ്വലമായ പുണ്യപൂരത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങയോടിങ്ങനെ പറഞ്ഞതറിയിക്കട്ടെ. അസാധ്യം തന്നെ. ഗോകർണനാൽ നടത്തപ്പെട്ട കഥാപ്രസംഗാവസരത്തിൽ യാതൊരുത്തരുടെ ശ്രോത്രത്തിൽ ഒരു പദമെങ്കിലും പ്രവേശിച്ചിരിക്കുന്നുവോ? ഒരു വാക്ക് കേട്ടാൽ മതിയെന്ന് പറഞ്ഞേ. അവരാരും രണ്ടാമത് ഗർഭത്തിൽ പ്രവേശിച്ചിട്ടില്ല. അപ്പം എന്തായി? പുനരഭിജനനം, പുനരഭിമരണം ഇല്ലാത്തൊരു ജന്മം, അതായത് ഈ ജീവൻ മുക്താവസ്ഥ ഉണ്ടാവാൻ ഭാഗവതത്തിൽ ഒരു പദം കേട്ടാൽ മതിയെന്നാ. അതിൻ്റെ വാക്കാർത്ഥം എടുക്കരുത് കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പോൾ പറഞ്ഞു അവരാരും രണ്ടാമത് ഗർഭത്തിൽ പ്രവേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ജനിച്ചാലല്ലേ മരിക്കുള്ളൂ. അപ്പോൾ ജനിക്കാണ്ടിരിക്കണം. ശ്രദ്ധാപൂർവം കഥ കേൾക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പരയായ ഭക്തി തന്നെ മുക്തിയെ നൽകുമെന്ന് സാരം. മുക്തി, അതാണ് പദം, മുക്തിപദമാണ് ആവശ്യം. 88 എനിക്ക് തോന്നുന്നത് ഇത് അവസാനത്തെ ശ്ലോകമാണോ? അല്ല, ഇനി 90 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ 3 ശ്ലോകങ്ങളുണ്ട് കൂടിയിട്ട് നോക്കാം. 88ാമത്തെ ശ്ലോകം. വാദാംബുപർണാശനദേഹശോഷണൈ തപോഭിരുഗ്രൈ ചിരകാലസഞ്ചിതൈ യോഗൈശ്ച സംയാന്തി നതാം ഗതിം വൈ സപ്താഹഗാഥാ ശ്രവണേന യാന്തിയാം. കരിമ്പൻ ജ്യൂസ് കുടിക്കണ കൂട്ടത്തിലാണത്. ഭാഗവതമാകുന്ന ആ മധുരം പാനം ചെയ്തു നോക്കൂ ഭക്തഹൃദയങ്ങളെ.
വാദാംബുപർണാശനദേഹശോഷണേ സ്തഭോഭിരുഗ്രൈ ചിരകാലസഞ്ചിതൈ യോഗൈശ്ച സംയാന്ധിനതാം ഗതിംബൈ സപ്താഹഗാഥാ ശ്രവണേന യാന്തിയാം. എന്താ അതിനർത്ഥം? സപ്താഹഗാഥാ ശ്രവണത്താൽ, ഗാഥ എന്ന് പറഞ്ഞാൽ പാട്ട് എന്നാണ്, ഭാഗവതം പാടുക. ഭാഗവത ഗാഥാശ്രവണത്താൽ യാതൊരു ഗതിയെ ജനങ്ങൾ പ്രാപിക്കുന്നുവോ ആ ഗതിയെ, ആ വായു, ജലം, ഉണങ്ങിയ ഇലകൾ മുതലായതിനെ ഭക്ഷിച്ച് ദേഹത്തെ ശോഷിപ്പിക്കുകയും ചിരകാലം ആചരിക്കുകയും ചെയ്യുന്ന കഠിന തപസ്സുകൊണ്ടും യോഗങ്ങൾ കൊണ്ടും ജനങ്ങൾക്ക് സമ്പാദിപ്പാൻ കഴിയുന്നതല്ല. തപസ്സുകൊണ്ട് കൂടി സാധിക്കാത്ത ഫലപ്രാപ്തി, മോക്ഷഫലപ്രാപ്തി സപ്താഹം ഗാഥാശ്രവണം കൊണ്ടുണ്ടാവുന്ന സപ്താഹഗാഥാശ്രവണത്താൽ യാതൊരു ഗതിയെ ജനങ്ങൾ പ്രാപിക്കുന്നുവോ ആ ഗതിയെ വായു, ജലം, ഉണങ്ങിയ ഇലകൾ മുതലായതിനെ ഭക്ഷിച്ച് ദേഹത്തെ ശോഷിപ്പിക്കുകയും ചിരകാലം ആചരിക്കുകയും ചെയ്യുന്ന കഠിന തപസ്സുകൊണ്ടും യോഗങ്ങൾ കൊണ്ടും ജനങ്ങൾക്ക് സമ്പാദിപ്പാൻ കഴിയുന്നതല്ല. പോരെ. അടുത്തത് 89. ഇതിഹാസം യമം പുണ്യം ശാണ്ഡില്യോഭിമുനീശ്വര പഠതേ ചിത്രകൂടസ്ഥോ ബ്രഹ്മാനന്ദ പരിപ്ലുത. മൈ ഗോഷ്, ആനന്ദക്കണ്ണീര് വരാണ്ട് ഈ ശ്ലോകത്തിന് അർത്ഥം പറയാൻ പറ്റില്ല. ഇതിഹാസം യമം പുണ്യം ശാണ്ഡില്യോഭിമുനീശ്വര. ഈ മുനിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, കാരണം ഭാഗവത മഹാത്മ്യം പഠിച്ചിട്ടില്ല. പഠതേ ചിത്രകൂടസ്ഥോ ബ്രഹ്മാനന്ദ പരിപ്ലുത. ഇന്നും ചിത്രകൂടം എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രഹ്മാനന്ദത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ശാണ്ഡില്യൻ എന്ന് പറയുന്ന മുനീശ്വരൻ ഈ ഇതിഹാസത്തിൻ്റെ പുണ്യം നുകർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇതിഹാസമിമം പുണ്യം ശാണ്ഡില്യോഭിമുനീശ്വര പഠതേ ചിത്രകൂടസ്ഥോ ബ്രഹ്മാനന്ദ പരിപ്ലുത. മുനീശ്വരനായ ചാണ്ഡില്യൻ ബ്രഹ്മാനന്ദത്തെ സാക്ഷാത്കരിച്ചതിൽ മുങ്ങിയവനായിരിക്കുന്നുവെങ്കിലും പുണ്യമായിരിക്കുന്ന ഈ ഇതിഹാസത്തെ, ഭാഗവത കഥയെ ചിത്രകൂടത്തിലിരുന്ന് നിത്യവും പഠിക്കുന്നു. ഇനി എന്താ വേണ്ടത്? ഇനി 5-ാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം. ആഖ്യാനമേതൽ പരമം പവിത്രം ശ്രുതം സഹൃദ്വൈ വിദഹേത ഗൗഘം ശ്രാദ്ധേ പ്രയുക്തം പിതൃതൃപ്തിമാവഹേ നിത്യം സുഭാടാത് പുനർഭവം ചാം. ആഖ്യാനമേതൽ പരമം പവിത്രം ശ്രുതം സഹൃദ്വൈ വിദഹോത ഗൗഘം ശ്രാദ്ധേ പ്രയുക്തം പിതൃതൃപ്തിമാവഹേ നിത്യം സുഭാടാത് പുനർഭവം ചാം. എന്താർത്ഥം? അത്യന്തം പരിശുദ്ധവും ഉത്കൃഷ്ടവുമായ ഈ ആഖ്യാനം, അത്യന്തം പരിശുദ്ധവും ഉത്കൃഷ്ടവുമായ ഈ ആഖ്യാനം ഒരു പ്രാവശ്യം കേൾക്കുന്നവരുടെ പാപസമൂഹത്തെ നിശേഷം ദഹിപ്പിക്കുന്ന ശ്രാദ്ധ ദിവസം, അച്ഛൻ്റെ ശ്രാദ്ധം, അമ്മയുടെ ശ്രാദ്ധം, ഭാര്യയുടെ ശ്രാദ്ധം, ഭർത്താവിൻ്റെ ശ്രാദ്ധം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മാഹാത്മ്യം മാത്രം വായിച്ചാൽ മതി എന്നാ. അപ്പോൾ ശ്രാദ്ധാദി ദിവസം കീർത്തിക്കുന്നത് കൊണ്ട് പിതൃക്കൾ തൃപ്തന്മാരായി വരും. അപ്പോൾ നമ്മൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹം ഉറപ്പിക്കാം. എല്ലാ ദിവസവും അക്ഷരവീഴ്ചകളും സ്വരഭേദങ്ങളും സ്ഖലിതങ്ങളും നേരിടാത്ത വിധം, അക്ഷരവീഴ്ചകളെന്ന് പറഞ്ഞാൽ അക്ഷരം തെറ്റാണ്ടെന്ന്, അവിടെ ഈശ്വരൻ ക്ഷമിക്കുന്നു പറയരുത്. അക്ഷരവീഴ്ചകൾ, സ്വരഭേദങ്ങൾ, അർത്ഥവിന്യാസം വേണം. സ്ഖലിതങ്ങളും നേരിടാത്ത വിധം. സ്ഖലിതം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയത്തെ ജയിക്കണം എന്നർത്ഥം. ഇന്ദ്രിയങ്ങളെ ജയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇന്ദ്രിയ സംബന്ധമായ ഗുണങ്ങൾ ഉണ്ടാവണം വിചാരിച്ചിട്ട് പഠിക്കരുത് എന്നർത്ഥം. നിഷ്കാമ ഭക്തിയോടുകൂടി പഠിക്കണം എന്നർത്ഥം. അപ്പോൾ സ്ഖലിതങ്ങളും നേരിടാത്ത വിധം വേണ്ടും വിധം പഠിക്കുന്നത് കൊണ്ട് പുനർജന്മരഹിതമായിരിക്കുന്ന പരമപുരുഷാർത്ഥത്തെ പ്രാപിക്കും. പുനർജന്മം ഉണ്ടാവില്ല. പിന്നെയോ പരമപുരുഷാർത്ഥത്തെ, ധർമ്മ അർത്ഥ കാമ മോക്ഷം പ്രാപിക്കും. ഇതി ശ്രീപത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവതമാഹാത്മ്യേ ഗോകർണഭക്തിവർണ്ണനം നാമ പഞ്ചമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.